ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ടർ ബാങ്ക്സ് എന്ന വെബ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ബോട്ടിൻ്റെ മുകളിൽ വെച്ച് ജോൺ ബീനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ക്യാമറോണിനെയാണ് കാണിക്കുന്നത്. അയാൾക്ക് ജോൺ ബി ജീവനോടെ കരയിലേക്ക് എത്തിയാൽ തൻ്റെ ലൈഫിനെ അത് ബാധിക്കും എന്നറിയാവുന്നതുകൊണ്ട് അയാൾ ജോൺ ബീനെ ആ ബോട്ടിൻ്റെ മുകളിൽ നിന്നും തള്ളി താഴേക്കിടാനായി നോക്കുന്നു. ജോൺ ബിയും ഒരു പരിധിവരെയെല്ലാം അയാളുടെ അക്രമം തടഞ്ഞു നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ബാലൻസ് നഷ്ടപ്പെട്ട ജോൺ ബി ആ ഷിപ്പിൻ്റെ മുകളിൽ നിന്നും താഴെയുള്ള ഡെക്കിലേക്ക് വീഴുന്നു. അവൻ സഹായത്തിനായി ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനായി വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന റേഡിയോ ട്രാൻസ്മിറ്റർ റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിലും മൈക്കെല്ലാം ഓണാക്കുന്നതിന് മുമ്പ് തന്നെ ക്യാമറൂൺ അതിൻ്റെ മെയിൻ സ്വിച്ച് എല്ലാം ഓഫാക്കി വെക്കുന്നു. ജോൺ ബി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു വെക്കുന്ന സമയം പെട്ടെന്ന് അവിടെ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആരോ ഷൂട്ടർ എടുത്ത് ക്യാമറൂണ് നേരെ പോയതിനു ശേഷം അയാളുടെ അടുത്ത് തന്നെ ഇവിടെ നിന്നും വെറുതെ വിടാനായി പറയുന്നു. എന്നാൽ ക്യാമറൂൺ തന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് പറഞ്ഞ് ജോൺ ബിയെ തന്റെ കയ്യിലുള്ള ഹുക്ക് വെച്ച് ആക്രമിക്കാനായി വന്നതും പേടിച്ചിരിക്കുന്ന ജോൺ ബി ആരോ ഷൂട്ടറിന്റെ ബട്ടൺ പിടിച്ചു വെക്കുന്നതും ആരോ നേരെ ക്യാമറൂണിന്റെ മേലെ കൊണ്ടില്ല എന്ന രീതിയിൽ ജസ്റ്റിനെ പാസ് ചെയ്ത് പോകുന്നു. ഈ ഒരു ടൈമിൽ ക്യാമറൂണിന്റെ ശ്രദ്ധ അവിടെ നിന്നും മാറിയതും ജോൺ ബി ഈ ഒരു നക്കം നോക്കി ആ ബോട്ടിലുണ്ടായിരുന്ന ജസ്കിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ക്യാമറൂണ് ജോൺ ബി കരയിലെത്തി ഈ കാര്യമെല്ലാം പോലീസിന്റെ അടുത്ത് പറഞ്ഞാൽ താൻ ജയിലിനകത്താവും എന്നറിയാവുന്നതുകൊണ്ട് ബുദ്ധിമാനായ ക്യാമറൂൺ നേരത്തെ ജോൺ ബി റിലീസ് ചെയ്ത ആരോ ഷൂട്ടറിന്റെ ആരോ എടുത്ത് തന്റെ കൈകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിൽ കുത്തിയിറക്കുന്നു. അവിടെ കച്ചിത് ജസ്കിയുമായി കര ലക്ഷ്യം വെച്ച് പോകുന്ന ജോൺ ബിനെയാണ് കാണിക്കുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് ജസ്കിയിലെ പെട്രോൾ കഴിഞ്ഞതും അവൻ അവിടെ നിന്ന് നീന്തി തൊട്ടടുത്തുള്ള സ്കൂട്ടറിന്റെ വീട്ടിലേക്ക് പോകുന്നു. തന്നെ ചൂണ്ട് കയറി വരുന്ന ജോൺ ബിനെ കണ്ടതും സ്കൂട്ടറിന്റെ ഭാര്യ അവന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ജോൺ ബി തന്റെ അച്ഛനെ എന്താണ് സംഭവിച്ചതെന്നെല്ലാം തന്റെ അടുത്ത് തുറന്നു പറയാനായി പറയുന്നു. സ്കൂട്ടറിന്റെ വൈഫ് ജോൺ ബിനെ വീട്ടിൽ കയറ്റിയെടുത്തിയ ശേഷം നിന്റെ അച്ഛനെ കാണാതായ ദിവസം രാത്രി ക്യാമറൂൺ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്കൂട്ടറിനെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞ് ആ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം ജോൺ ബിയുടെ അടുത്ത് പറയുന്നു. അവിടെ കക്ഷിത് ഫ്ലാഷ് ബാക്കിൽ ആ ദിവസം രാവിലെ ജോൺ ബിയുടെ അച്ഛനും ക്യാമറോണും കൂടി കടലിന്റെ നടുക്ക് ഒരു ബോട്ടിൽ വെച്ച് ട്രഷറിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം ജോൺ ബിയുടെ അച്ഛൻ തനിക്ക് പണ്ടത്തെ പോലെ 20% കമ്മീഷൻ തന്നാൽ പോലെന്നും ഈ തവണത്തെ ട്രഷർ ഹണ്ട് കുറച്ച് റിസ്കി ആയതുകൊണ്ട് തനിക്ക് 50% വേണമെന്ന് പറഞ്ഞ് ക്യാമറോണുമൊത്ത് ഒരു വഴക്കെല്ലാം ഉണ്ടാക്കുന്നു. ഇത്രയും കാലവും താൻ പറയുന്നത് മാത്രം കേട്ട് നിന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം തനിക്ക് 50% ഷെയർ എല്ലാം തരണമെന്ന് പറയുന്നത് കേട്ട് ഇതിൽ ദേഷ്യം വന്ന ക്യാമറൂൺ ബോട്ടിനകത്ത് വെച്ച് ജോൺ ബിയുടെ അച്ഛനെ കൈകൊണ്ട് തള്ളിയതും ബാലൻസ് നഷ്ടപ്പെട്ട ജോൺ ബിയുടെ അച്ഛൻ പുറകിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിന്റെ മേലെ തലയിടിച്ച് വീഴുന്നു. ക്യാമറൂൺ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും ജോൺ ബിയുടെ അച്ഛന്റെ ശരീരം ഒരനക്കവുമില്ലാതെ കിടക്കുന്നത് കണ്ട് പേടിച്ചുപോയ ക്യാമറൂൺ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ശരീരം ബോട്ടിൽ നിന്നും കടലിലേക്ക് എടുത്തിരുന്നു. പ്രസന്റിൽ ഈ കാര്യമെല്ലാം സ്കൂട്ടറിന്റെ വൈഫിൽ നിന്നറിഞ്ഞ ജോൺ ബിക്ക് തന്റെ അച്ഛനെ തനിക്കിനി ഒരിക്കലും കാണാനാവില്ലെന്ന് പറഞ്ഞ് അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു. അവിടെ കട്ട് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ ക്യാമറോൺ പറഞ്ഞ പ്രകാരം ജോൺ ബിയുടെ അച്ഛനെ അന്വേഷിച്ച് കടലിനപ്പുറത്തുള്ള ഐലൻഡിലേക്ക് പോകുന്ന സ്കൂട്ടറിനെയാണ് കാണിക്കുന്നത്. സ്കൂട്ടർ അയാളുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് വെച്ച് ജോൺ ബിയുടെ അച്ഛന്റെ ബോഡി റിപ്പേഴ്സ് എല്ലാം കണ്ടെത്താൻ വേണ്ടി നോക്കുന്നതിനിടയിൽ അയാൾക്ക് അവിടെ ആരോ ടെന്റ് വെച്ച് താമസിച്ചതിന്റെ എല്ലാം റിമൈനിങ്സും കൂടാതെ ആ ടെന്റിന്റെ അടിയിൽ നിന്നും റെഡ് ഫീൽഡ് എന്നെഴുതിയ ജോൺ ബിയുടെ അച്ഛന്റെ കോമ്പസും ലഭിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ ജോൺ ബിയുടെ അച്ഛന്റെ മിസ്സിംഗ് പോസ്റ്റർ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന വിക്ടറിനെയാണ് കാണിക്കുന്നത്. വിക്ടർ ഈ മിസ്സിംഗ്നെസ്സിനെ പറ്റിയെല്ലാം ലേഡി ഓഫീസറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ക്യാമറൂൺ കയ്യിൽ നിന്നും ചോരയെല്ലാം ഒലിപ്പിച്ച് ജോൺ ബി തന്നെ കൊല്ലാൻ നോക്കിയെന്നെല്ലാം പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അയാൾ പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് ജോൺ ബി മദ്യപിച്ച് ബോധമില്ലാതെ തന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് ജോൺ ബിക്കെതിരെ ഒരു കേസെല്ലാം കൊടുക്കുന്നു. ഇതേ സമയം ജോൺ ബിയുടെ വീട്ടിൽ കിണറ്റിലേക്ക് ഇറങ്ങി ഗോൾഡെല്ലാം എടുക്കാനായി ഒരു ബക്കറ്റെല്ലാം റെഡിയാക്കുന്ന കിയാരനെയും ഹോപ്പിനെയുമാണ് കാണിക്കുന്നത്. അവർ ഈ കാര്യങ്ങളെല്ലാം സെറ്റായി കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോൺ ബി സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നേരെ വീട്ടിലേക്ക് കയറി ചെന്ന് ജേജയുടെ അടുത്ത് അവന്റെ കയ്യിലുള്ള തോക്ക് തരാനായി പറയുന്നു. ജോൺ ബിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തോ പന്തികേട് തോന്നിയ അവന്റെ കൂട്ടുകാർ ആദ്യം തോക്ക് കൊടുക്കാൻ വേണ്ടി വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ജോൺ ബി അവരുടെ കയ്യിൽ നിന്നും ആ തോക്കെല്ലാം തട്ടിപ്പറിച്ച് മേടിച്ച ശേഷം അതുമായി നേരെ ക്യാമറൂണിന്റെ വീട്ടിലേക്ക് പോകുന്നു.
സാറ തോക്കുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന ജോൺ ബിയെ കണ്ടതും അവൾ ചെറിയ ഞെട്ടലോടെ അവന്റെ അടുത്ത് നീ എന്തിനാണ് ഈ സമയത്ത് തോക്കുമായി തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് തിരക്കുന്നു. എന്നാൽ ജോൺ ബി അവൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ അവളുടെ അടുത്ത് നീ സ്വർണത്തിന്റെ കാര്യം നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അവൾ താനിത് ആരോടും പങ്കുവച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ജോൺ ബി അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ വീണ്ടും വീണ്ടും ഈ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ടൈമിൽ ഇവരുടെ ഈ സംസാരമെല്ലാം കേട്ടതും കാമറൂൺ അവസരം കിട്ടിയാൽ ജോൺ ബിയെ കൊല്ലാൻ വേണ്ടി തന്റെ കയ്യിലുള്ള തോക്കുമായി നേരെ സാറയുടെ റൂമിലേക്ക് വരുന്നു. എന്നാൽ കാമറൂണിന്റെ ഈ മൂവ്മെന്റ് എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ ജോൺ ബി ജനാലയിലൂടെ സാറയെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൻ അവളെ തന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയ ശേഷം ഈ സ്വർണത്തിന്റെ പേരിലാണ് തന്റെ അച്ഛനെ കാമറൂൺ കൊന്നതെന്ന സത്യം സാറയുടെ അടുത്ത് തുറന്നു പറയുന്നു. അവിടെ കട്ട് ചെയ്ത് രാത്രി തന്റെ വീട്ടിൽ വന്ന ശേഷം അച്ഛന്റെ ഫോട്ടോ നോക്കി പൊട്ടിക്കരയുന്ന ജോൺ ബിനെയാണ് കാണിക്കുന്നത്. അവൻ കുറച്ചു കഴിഞ്ഞതും തന്റെ അച്ഛന്റെ ഒരു ഫോട്ടോ ഒരു ചെറിയ ബോട്ടിൽ വെച്ച ശേഷം അതിനു മുന്നിൽ ഒരു മെഴുകുതിരിയെല്ലാം കത്തിച്ച് വീടിന്റെ മുന്നിലൂടെ പോകുന്ന പുഴയിൽ ഒഴുക്കി വിടുന്നു. അന്ന് രാത്രി സാറ തന്റെ അച്ഛന്റെ അടുത്ത് ജോൺ ബി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയെല്ലാം തിരക്കിക്കൊണ്ട് അയാളുമൊത്ത് ഒരു വഴക്കെല്ലാം ഉണ്ടാക്കുന്നു. എല്ലാം കൊണ്ടും പെട്ട അവസ്ഥയിലായി പോയ കാമറൂൺ തന്റെ ഓഫീസ് റൂമിലിരുന്ന് ഇതിനെ പറ്റിയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ടേബിളിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പറിൽ ജോൺ ബിയും ഫ്രണ്ട്സും സ്വർണം കണ്ടെത്തിയിട്ടുള്ള ആ ക്രെയിൻ എസ്റ്റേറ്റ് വിൽക്കാൻ വെച്ചതിന്റെ അഡ്വർടൈസ്മെന്റ് കാണാൻ വേണ്ടി ഇടയാവുന്നു. പണ്ടത്തെ ജോൺ ബിയുടെയും സാറയുടെയും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് തന്നെ സ്വർണം ഈ വീടിന്റെ താഴെയുണ്ടെന്ന് മനസ്സിലാക്കിയ കാമറൂൺ ആ വീടും സ്ഥലവും എത്രയും പെട്ടെന്ന് തന്നെ തന്റെ കൈവശമാക്കണമെന്ന് തീരുമാനിക്കുന്നു. അവിടെ കച്ചിത് ജോൺ ബിയെ അന്വേഷിച്ച് കാമറൂണിന്റെ വീടിന്റെ പുറത്തുള്ള ലേക്കിൽ നിൽക്കുന്ന ഹോപ്പിനെയും ജെജെനെയും കിയാരേനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം കിയാര ബൈനോക്കുലറിലൂടെ കാമറൂൺ അതിലൂടെ നടന്നു പോകുന്നത് കണ്ട് ജോൺ ബി അയാളെ കൊന്നിട്ടില്ലെന്ന് തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുന്നു. കിയാര നമുക്ക് ഒന്നും കൂടി അകത്തേക്ക് കയറി ചെന്ന് നോക്കാമെന്ന് പറഞ്ഞതും ഹോപ്പ് നാളെ രാവിലെ തനിക്ക് ഒരു സ്കോളർഷിപ്പ് മീറ്റിംഗ് ഉണ്ടെന്നും അതുകൊണ്ട് നമുക്ക് തൽക്കാലം തിരിച്ചു പോകാമെന്ന് പറയുന്നു. ഹോപ്പിന്റെ ഈ ഒരു സംസാരം കേട്ടതും ദേഷ്യം വന്ന കിയാര നിനക്ക് ജോൺ ബിയുടെ അടുത്ത് ഒരു സ്നേഹമില്ലെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് വളരെയധികം റഫായിട്ടല്ല സംസാരിക്കുന്നു. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന ഹോപ്പ് ജോൺ ബിയുടെ അച്ഛൻ മിസ്സിംഗ് ആയ സമയത്ത് താനാണ് എല്ലാ സമയവും കൂടെ ഉണ്ടായിരുന്നതെന്നും ആ ടൈമിലൊന്നും നിന്നെ എവിടെയും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് കിയാരയുമൊത്ത് വഴക്കുണ്ടാക്കാനായി നോക്കിയതും സംഭവങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് ജെ പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ ഇടപെട്ട് പ്രശ്നമെല്ലാം സോൾവ് ആക്കി വിടുന്നു. അവിടെ കക്ഷിയത് പിറ്റേ ദിവസം രാവിലെ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേറ്റ ജോൺ ബി നേരെ ആ സ്വർണം കണ്ടെത്തിയ വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൻ ആ വീട്ടിലെത്തിയതും അവിടെ വീടിന്റെ പുറത്ത് കാമറൂൺ ഡെവലപ്പേഴ്സിന്റെ എല്ലാം ബോർഡിരിക്കുന്നത് കണ്ട് അവന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാവുന്നു. അവൻ വേഗം തന്നെ ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സ്വർണമെല്ലാം അവിടെ നിന്നും മാറ്റിയിരിക്കുന്നത് കണ്ട് ജോൺ ബിക്ക് ഇതിൽ വളരെയധികം വിഷമമെല്ലാം ആവുന്നു. അവിടെ കച്ചിത് കോട്ടും ചൂട്ടുമെല്ലാം ധരിച്ചുകൊണ്ട് ഒരു മെറിറ്റ് സ്കോളർഷിപ്പ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഹോപ്പിനെയാണ് കാണിക്കുന്നത്. ഹോപ്പ് തന്നെ ഡ്രോപ്പ് ചെയ്ത അച്ഛൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തിരക്കിയതും അച്ഛൻ ഇന്ന് കാമറൂണിന്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് എയർബേസിൽ കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഹോപ്പിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് നേരെ തന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ഇതേ ടൈമിൽ റാഫിനെ മീറ്റ് ചെയ്യാൻ വരുന്ന അവന്റെ ഇളയ സഹോദരിയായിട്ടുള്ള PCനെയാണ് കാണിക്കുന്നത്. PC റാഫ് മൊത്ത് അവരുടെ വീട്ടിൽ നടക്കുന്ന പക്ഷാഭേദത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്ന കൂട്ടത്തിൽ അച്ഛന്റെ ഫേവറേറ്റ് ഡോട്ടറായിട്ടുള്ള സാറയും കൂട്ടിക്കൊണ്ട് ബഹാമാസിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ എയർബേസിലേക്ക് പോയ കാര്യം റാഫിന്റെ അടുത്ത് പറയുന്നു. താനറിയാതെ തന്റെ വീട്ടിൽ ഇത്ര വലിയ സംഭവം നടന്നറിഞ്ഞ് റാഫിന് ഇത് വളരെയധികം ഷോക്കായിട്ടെല്ലാം തോന്നുന്നു. അവൻ താൻ അച്ഛന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും അച്ഛന് തന്നെ ഒരു വിലയുമില്ലെന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഹോപ്പിനെയാണ് കാണിക്കുന്നത്. ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി അവൻ സെൽഫ് സ്റ്റഡിയുടെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് റിസർച്ച് ചെയ്ത് പഠിച്ചിരിക്കുന്നത് എന്ന് തിരക്കിയതും ഹോപ്പ് വേഗം തന്നെ ഡെൻമാർക്ക് ടാനയുടെയും റോയൽ മെർച്ചന്റ് എന്ന ഷിപ്പിലെ സ്വർണത്തിന്റെ കാര്യവുമെല്ലാം ആ ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നു. എന്നാൽ ആ ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തി ഹോപ്പിനെ കളിയാക്കിക്കൊണ്ട് ഇത്രയും പഴക്കമുള്ള സ്വർണം ഇതുവരെയും ആരും ഈ മാപ്പിൽ പറഞ്ഞ സ്ഥലത്ത് നിന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ലേ എന്ന് ചോദിച്ചതും ഹോപ്പിന്റെ മനസ്സിൽ ആ സ്വർണം എവിടേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ഐഡിയ എല്ലാം വരുന്നു. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ ആ ഇന്റർവ്യൂ എല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അവിടെ കടിച്ചത് ജോൺ ബിയുടെയും ഫ്രണ്ട്സിന്റെയും അടുത്തേക്ക് ഓടിയെത്തുന്ന ഹോപ്പിനെയാണ് കാണിക്കുന്നത്. ഹോപ്പ് രാവിലെ തന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ അടുത്ത് പറഞ്ഞതും
ജെ ഉടൻ തന്നെ ഇത് ഗോൾഡ് പുറത്തേക്ക് കടത്താൻ വേണ്ടിയുള്ള ക്യാമറയുടെ ശ്രമമാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇതേ ടൈമിൽ സ്കൂട്ടറിന്റെ വൈഫിനെ വീഴ്ച ചെന്നിരിക്കുന്ന ലേഡി ഓഫീസറിനെയാണ് കാണിക്കുന്നത്. സ്കൂട്ടറിന്റെ വൈഫ് താനെന്ന് ജോൺബിയുടെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ലേഡി ഓഫീസറിനോടും പറയുന്നത് കാണിച്ച് ആ സീൻ അവിടെ കട്ടാവുന്നു. ജോൺബിയും ഫ്രണ്ട്സും വാൻ ആ എയർബേസിന്റെ തൊട്ടപ്പുറത്തുള്ള കാട്ടിൽ ഒതുക്കിയിട്ട ശേഷം ഒരു ബൈനോക്കുലറിലൂടെ എയർബേസിലേക്കുള്ള ക്യാമറയുടെ വരവും കാത്ത് ക്ഷമയോടെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഒരു ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് സാറിനെ തന്റെ കൂടെ കാറിൽ കയറ്റി എയർബേസിലേക്ക് കൊണ്ടുവരുന്ന ക്യാമറയുടെയാണ് കാണിക്കുന്നത്. എയർബേസിലെത്തിയതും അവിടെ കുറേയധികം ബോക്സുകളെല്ലാം പ്ലെയിനിലേക്ക് ലോഞ്ച് ചെയ്ത് കണ്ട് ഇതിനെന്തോ പന്തിയോട് തോന്നി സാറ അവിടുത്തെ ജോലിക്കാരൻ്റെ അടുത്ത് ആ ബോക്സിനകത്ത് എന്താണെന്ന് ചോദിക്കുന്നു. സാറയുടെ ഈ ചോദ്യം കേട്ടതും വേഗം തന്നെ ക്യാമറൂൺ അത് ബഹാമാസിലെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള മാർബിൾ ആണെന്ന് പറഞ്ഞ് സാറയുടെ അടുത്ത് വേഗം തന്നെ ഫ്ലൈറ്റിൽ കയറാൻ പറയുന്നു. സാറയ്ക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്തോ പന്തികളെല്ലാം തോന്നിയതും അവൾ താൻ തന്റെ തീരുമാനം മാറ്റുകയാണെന്ന് പറഞ്ഞ് തിരിച്ച് തന്റെ കാലിലേക്ക് കയറാൻ നോക്കിയതും ക്യാമറൂൺ അവളുടെ അടുത്ത് ബലം പ്രയോഗിച്ച് ഫ്ലൈറ്റിന്റെ അകത്തേക്ക് പിടിച്ചു വലിച്ചോണ്ട് പോകുന്നു. ക്യാമറൂണിന്റെ ഈ പ്രവൃത്തിയെല്ലാം കുറച്ചു ദൂരെ ബൈനോക്കുലറിലൂടെ നോക്കി കണ്ട ജോൺബി ഇനി വൈകിയാൽ പ്രശ്നമാവും എന്ന് മനസ്സിലായതും തന്റെ കൂട്ടുകാരെയെല്ലാം അവിടെ നിന്നും പറഞ്ഞതിന് ശേഷം തന്റെ വാൻ ഉപയോഗിച്ച് അവിടുത്തെ ഫെൻസ് എല്ലാം പിടിച്ചു നിർത്ത ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടി വാൻ നേരെ ആ ഫ്ലൈറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു. ജോൺബിനെ കണ്ടതും സാറ വേഗം തന്നെ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ക്യാമറൂൺ ജോൺബിയുടെ അടുത്ത് മര്യാദയ്ക്ക് തന്റെ മകളെ വിട്ടുതരാൻ വേണ്ടിയെല്ലാം പറയുന്നുണ്ടെങ്കിലും ജോൺബി താൻ കൈവശം വെച്ചിരിക്കുന്നതിന്റെ സ്വർണ്ണമാണെന്നെല്ലാം പറഞ്ഞ് ക്യാമറൂണുമായി അവിടെ വെച്ച് ഒരു വാക്കുതർക്കമെല്ലാം ഉണ്ടാക്കുന്നു. ഇവരുടെ ഈ സംസാരമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലേഡി ഓഫീസർ നേരെ ആ എയർബേസിലേക്ക് വന്ന ശേഷം ക്യാമറൂണിന്റെ അടുത്ത് ജോൺബിയുടെ അച്ഛനെ കൊന്ന കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ക്യാമറൂണിനോട് തലയിൽ കൈവച്ച് നിലത്ത് കിടക്കാനായി പറയുന്നു. ക്യാമറൂൺ താൻ എല്ലാം കൊണ്ടും പെട്ടുപോയതോർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കാതെ റേഫ് ആ ലേഡി ഓഫീസറെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത് കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.